പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ കഥ. മനുഷ്യരോടൊപ്പം ജീവിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയ ഒരു ദൈവത്തിന്റെ കഥ. കാലങ്ങൾക്ക് മുൻപ് അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവരും പാടിക്കുട്ടി അന്തർജനവും എന്ന ദമ്പതികൾ ജീവിച്ചിരുന്നു. അവർ ഭഗവാൻ ശിവന്റെ പരമഭക്തരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ഒരിക്കൽ പാടിക്കുട്ടി അന്തർജനം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ സാക്ഷാൽ ഭഗവാൻ അവർക്ക് ദർശനം നൽകി. പിറ്റേ ദിവസം അന്തർജനം കൂട്ടുകാരികളോടൊപ്പം കുളിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അവർ നോക്കിയപ്പോൾ ഒരു കല്ലിന്മേൽ അതീവ സുന്ദരനായ ഒരു കുഞ്ഞ് കിടക്കുന്നു. അവരാ കുഞ്ഞിനെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയ്യങ്കര വാഴുന്നവർ ആ കുഞ്ഞിനെ സ്വന്തം മകനെപ്പോലെ വളർത്തി. പ്രായമായപ്പോൾ അവൻ വേദങ്ങളും പുരാണങ്ങളും പഠിച്ചു. എന്നാൽ മറ്റു കുട്ടികളെപ്പോലെ അല്ലായിരുന്നു അവൻ. അവൻ കാടുകളിൽ പോവുകയും നായാടുകയും ചെയ്യുമായിരുന്നു. നായ്ക്കളായിരുന്നു അവൻ്റെ കൂട്ടുകാർ. ഇപ്പോഴും അവൻ്റെ കൂടെ നായ്ക്കളുണ്ടായിരുന്നു. കിട്ടുന്ന ഭക്ഷണം ദരിദ്രരായ ആളുകൾക്കും ആദിവാസികൾക്കുമൊപ്പം പങ്കിട്ടു. അവരുടെ രീതിയിൽ അവരുടെ കൂടെ അവൻ ജീവിച്ചു. ഇതൊന്നും ആ ഉന്നത കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം അയ്യങ്കര വാഴുന്നവർ ദേഷ്യത്തോടെ അവനെ തടഞ്ഞപ്പോൾ ആ കുട്ടി തൻ്റെ ദിവ്യരൂപം കാട്ടിക്കൊടുത്തു. തങ്ങൾ വളർത്തുന്നത് ഒരു സാധാരണ കുട്ടിയെയല്ല, ദൈവത്തെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ഭക്തിയോടെ അവൻ്റെ മുന്നിൽ നമസ്കരിച്ചു. എന്നാൽ ആ ദൈവം വീട് വിട്ടിറങ്ങിയപ്പോൾ തൻ്റെ വേർപാടിലുള്ള ദുഃഖം കൊണ്ട് അവൻ്റെ ദൃഷ്ടി പതിഞ്ഞ ഇടമെല്ലാം കത്തിയെരിഞ്ഞുപോയി. ഇത് കണ്ട് ഭയന്ന അമ്മ പറഞ്ഞു, "നീ നടക്കുന്ന വഴികളെല്ലാം നശിപ്പിക്കരുതേ" എന്ന്. ഇത് പറഞ്ഞ അമ്മ അവൻ്റെ കണ്ണുകളിലെ തീ മറയ്ക്കാൻ പൂയ്ക്കണ്ണ് വെച്ചു മൂടി എന്നാണ് വിശ്വാസം. പിന്നീട് അദ്ദേഹം യാത്ര തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. മനോഹരമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടമിഷ്ടമായി. അവിടെ വെച്ച് അദ്ദേഹം കള്ള് രുചിച്ചു. ചന്ദൻ എന്നൊരാളായിരുന്നു അവിടെ കള്ള് ചെത്തിയിരുന്നത്. തൻ്റെ കള്ള് ആരോ മോഷ്ടിക്കുന്നുണ്ടെന്നറിഞ്ഞ ചന്ദൻ കള്ളനെ പിടിക്കാൻ രാത്രിയിൽ കാത്തിരുന്നു. ഒരു വൃദ്ധൻ കള്ളു കുടിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്ന ചന്ദൻ അദ്ദേഹത്തെ അമ്പെയ്യാൻ നോക്കി. പക്ഷേ ചന്ദൻ പെട്ടെന്ന് ബോധരഹിതനായി വീണു. തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ ആ വൃദ്ധനെ മുത്തപ്പ എന്ന് വിളിച്ച് സഹായത്തിനായി അപേക്ഷിച്ചു. അവളുടെ ഭക്തിയിൽ പ്രസന്നനായ മുത്തപ്പൻ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. പിന്നീട് മുത്തപ്പൻ തൻ്റെ അവതാരോദ്ദേശമായി ഒരമ്പ് തൊടുത്തുവിട്ടു. ആ അമ്പ് ചെന്ന് തറച്ച സ്ഥലമാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ പറശ്ശിനിക്കടവ്. അവിടെ മുത്തപ്പൻ മറ്റൊരു രൂപത്തെ കൂടെ കൂട്ടി. അങ്ങനെ വലിയ മുത്തപ്പനായും ചെറിയ മുത്തപ്പനായും അഥവാ ശിവനും വിഷ്ണുവുമായി അദ്ദേഹം ഭക്തർക്ക് ദർശനം നൽകി. ഇന്നും ജാതിമതഭേദമില്ലാതെ ഭക്തരുടെ പ്രാർത്ഥനകൾ കേട്ട് മുത്തപ്പൻ അവർക്ക് ആശ്വാസം നൽകുന്നു. ഇത് വിശ്വാസമോ സത്യമോ എന്നത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുത്തപ്പൻ ഇന്നും ഭക്തരുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവമാണ്.